നാം ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മോട് തന്നെ സംസാരിക്കുന്നു? 10,000-കണക്കിന് തവണ എന്നാണ് പഠനങ്ങൾ. നാം നമ്മോട് തന്നെ സംസാരിക്കുന്നതിനെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. സെൽഫ് മോട്ടിവേഷൻ അഥവാ സ്വയം പ്രചോദിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരുത്തേണ്ട മാറ്റത്തെ കുറിച്ചാണ്. ഉദാഹരണത്തിന്, രണ്ടുപേർ നമ്മെ കാണുമ്പോൾ ചിരിച്ച് പരസ്പരം സംസാരിക്കുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മെ കളിയാക്കിയാണ് അവർ ചിന്തിക്കുന്നതെന്ന് നാം നമ്മോട് പറഞ്ഞാൽ അവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെഗറ്റീവ് ആകുകയോ നമ്മുടെ മാനസികാരോഗ്യം കുറയുകയോ ചെയ്യാം. അതേസമയം അവർ മറ്റെന്തോ കാര്യങ്ങൾ വിചാരിച്ചതാണെന്ന് വിചാരിച്ചാലോ ആ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മാനസിക ഊർജത്തെ കുറയ്ക്കില്ല. ഇതുപോലെ നാം നമ്മോട് ആത്മവിശ്വാസത്തോടെ ആശയവിനിമയം നടത്തിയാൽ ഉയരങ്ങൾ കീഴടക്കാനാകും. ഇഫ് യു തിങ്ക് യു ക്യാൻ, യു ക്യാൻ. ഇഫ് യു തിങ്ക് യു കാൺ, യു കാൺ എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഏതാണോ അത് നടക്കുമെന്ന് ശക്തമായി മനസ്സിനോടൊന്ന് പറഞ്ഞു നോക്കിക്കേ. അത് നടക്കാനുള്ള വഴികൾ നാം അറിയാതെ തന്നെ നമ്മുടെ മുന്നിൽ തെളിയുന്നത് കാണാം. തിരിച്ചായാൽ ഒരു വഴിയും നമുക്ക് മുന്നിൽ തുറക്കുകയുമില്ല. നമ്മുടെ ബോധ മനസ്സ് കപ്പലിലെ ക്യാപ്റ്റനെ പോലെയാണ്. അതിൽ നിന്നുള്ള ശക്തമായ പ്രചോദനങ്ങൾ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രകൃതി ശക്തികൾ മുഴുവൻ അത് നടത്തിത്തരാൻ ഗൂഢാലോചന നടത്തും എന്ന് ആൽക്കമിസ്റ്റ് എന്ന തന്റെ പുസ്തകത്തിൽ പൗലോ കൊയ്ലോ പറയുന്നതും ഈ തത്വമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്.